ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. മഴ പെയ്ത് കുതിർന്ന 2 ദിനങ്ങൾക്ക് ശേഷം അങ്ങനെ ഇന്ത്യ വീണ്ടും കാൻപൂരിൽ മത്സരത്തിനിറങ്ങിയിരിക്കുകയാണ്. സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് 2ാം ടെസ്റ്റിലെ 4ാം മത്സര ദിനം അവസാനിച്ചിരിക്കുകയാണ്. 4ാം മാച്ച് ഡേ സ്റ്റെംസ് ആയിരിക്കുമ്പോൾ നിലവിൽ ബംഗ്ലാദേശ് തങ്ങളുടെ 2ാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യ ദിനത്തിലെ മികച്ച പോരാട്ടത്തിന് ശേഷം 2-3 മത്സര ദിനങ്ങൾ മഴ മൂലം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷമായിരുന്നു 4ാം മത്സര ദിനം കാൻപൂരിൽ തുടങ്ങിയത്. ഇന്ത്യയെ സംബന്ധിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മോഹവുമായി ഇറങ്ങുന്ന ഇന്ത്യയെ സംബന്ധിച്ച് മത്സരം അതിനിർണായകം തന്നെ. സോ അതിനാൽ തന്നെ ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്ത ഒരു 4ാമത്തെ മത്സര ദിനമായിരുന്നു കടന്നു പോയിട്ടുള്ളത്. ഇന്ത്യൻ താരങ്ങളെല്ലാവരും ഒരുപിടി റെക്കോർഡുകളാണ് ഇന്ന് കാൻപൂരിലെ മണ്ണിൽ നിന്നും വാരിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് തങ്ങളുടെ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ഇന്നിങ്സിൽ അവർ 233 റണ്ണിന് ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സെഞ്ചുറി നേടിയ മൊബിനുൽ ഹക്കാണ് അവരുടെ ടോപ്പ് സ്കോറർ. 197 പന്തിൽ 17 4-ഉം 1 6-ഉം ഉൾപ്പെടെ 107 റൺസ് അടുത്താണ് ഹക്ക് പുറത്തായത്. ഒപ്പം നജ്മുൽ ഹുസൈൻ ഷാന് 31 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 3-ഉം, മുഹമ്മദ് സിറാജ്, രവിചന്ദ്രൻ അശ്വിൻ, ആകാശ്ദീപ് എന്നിവർ 2 വിക്കറ്റ് വീതവും, രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ ബംഗ്ലാദേശ് തങ്ങളുടെ 2ാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. 4ാം ദിനം അവസാനിക്കുമ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസിലാണ് ബംഗ്ലാ കടുവകൾ. രവിചന്ദ്രൻ അശ്വിനാണ് ബംഗ്ലാദേശിൻ്റെ 2ാം ഇന്നിങ്സിലെ 2 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുള്ളത്. സോ 2ാം ഇന്നിങ്സിൽ ഷോർഫുൾ ഇസ്ലാമും 7-ഉം അതോടൊപ്പം തന്നെ മോമിനുൽ ഹക്കുമാണ് റണ്ണൊന്നും നിലവിൽ ക്രീസിൽ അവർക്ക് നിൽപ്പുള്ളത്. സക്കീർ ഹബ്സനും അതോടൊപ്പം തന്നെ ഹസൻ മഹമ്മൂദും പുറത്തായിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ബാറ്റർമാരെല്ലാം ഇന്ന് കാൻപൂരിലെ പിച്ചിൽ ശരിക്കും വെടിക്കെട്ട് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഏതാണ്ട് ഒരു പിടി റെക്കോർഡുകളായിരുന്നു ഇന്ന് ഇന്ത്യൻ ബാറ്റർമാർ കാൻപൂരിലെ ക്രീസിൽ നിന്നും നേടിയെടുത്തിട്ടുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ, അതായത് ടീം ടോട്ടൽ പ്രകാരം അതിവേഗ അർദ്ധ സെഞ്ചുറി, അതോടൊപ്പം തന്നെ ടീം ടോട്ടൽ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ അതിവേഗ സെഞ്ചുറി, അതോടൊപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഫാസ്റ്റസ്റ്റ് 50 നേടുന്ന ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗിൻ്റെ റെക്കോർഡ് ഇന്ന് ജയ്സ്വാൾ തകർത്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, നേരത്തെ പറഞ്ഞ വീരേന്ദർ സെവാഗിൻ്റെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അദ്ദേഹം നേടിയ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡിന് ജയ്സ്വാൾ തകർത്തിട്ടുണ്ട്. 31 പന്തിലാണ് ജയ്സ്വാൾ തന്നെ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. 51 പന്തിൽ 12 4-ഉം 2 6-ഉം ഉൾപ്പെടെയായിരുന്നു ജയ്സ്വാൾ 72 റൺസ് എടുത്ത് പുറത്തായത്. ജയ്സ്വാളും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ആദ്യത്തെ 3 ഓവറിൽ തന്നെ 18 പന്തിൽ നിന്ന് തന്നെ 50 റൺസ് നേടിയിട്ടുണ്ട്. സോ അതാണ് ടെസ്റ്റ് ചരിത്രത്തിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി. രോഹിത് നന്നായി തുടങ്ങിയതിന് ശേഷമായിരുന്നു അദ്ദേഹം പുറത്തായത്. 1 4-ഉം 3 6-ഉം ഉൾപ്പെടെ നേടി തൻ്റെ ആ ഒരു പതിവ് T20 സ്റ്റൈലിലേക്ക് വരുന്നതിനിടെയായിരുന്നു, ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ ഒരു T20 സ്റ്റൈലിലേക്ക് വരുന്നതിനിടെയായിരുന്നു 11 പന്തിൽ 23 റൺസ് എടുത്ത് ക്യാപ്റ്റൻ പുറത്തായത്. ശുഭ്മാൻ ഗിൽ 39-ഉം ഋഷഭ് പന്ത് 9 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം വിരാട് കോഹ്ലി ടെസ്റ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നു. 4 4-ഉം 1 6-ഉം ഉൾപ്പെടെ 47 റൺസ് അടുത്താണ് വിരാട് കോഹ്ലി പുറത്തായത്. ഒപ്പം KL രാഹുലും, നമുക്ക് പലതവണ വിമർശനങ്ങൾ നേരിട്ട ഒരു പ്ലെയറാണ് KL രാഹുലും, അദ്ദേഹം ഇന്ന് വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. 43 പന്തിൽ 68 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. 7 4-ഉം 2 6-ഉം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിലുണ്ട്. സോ ആവേശകരമായ 4ാം ദിനം അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ ബംഗ്ലാദേശ് 26 റൺസിന് നിലവിൽ ബംഗ്ലാദേശ് 26 റൺസിന് പിറകിലാണ്. 2ാം ഇന്നിങ്സിൽ അവർ ബാറ്റിംഗ് തുടരുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.